പക്ഷെ അന്നേരം നമുക്കൊരു ജോലി വേണ്ടേ? അങ്ങനെ ചെയ്തപ്പോഴാണ് ഈ അഭിനയം എന്ന മേഖല ഞാൻ അങ്ങോട്ട് കയറി ആക്രമിച്ച് എന്നൊന്നുമല്ല, ഇങ്ങോട്ട് വന്നതാണ്. നമ്മളൊക്കെ പറയാറുണ്ടല്ലേ പൊട്ടന് ലാട്ടറി അടിച്ചെന്നൊക്കെ, ഇതത് തന്നെ കഥ. ഇന്നലെ ഒരു പൂജ ഉണ്ടായിരുന്നു സിനിമേന്റെ, പുതിയ സിനിമ. അപ്പൊ നിതീഷ് കെ നായർ സാറിന് ആണ് ഡയറക്ടർ. ഇത് കേൾക്കുമ്പോ ചെലവന്മാര് ഞെട്ടും. അപ്പൊ അദ്ദേഹം അത്രയും പേരുടെ ആ മീഡിയ മുമ്പിൽ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഈ എല്ലാരും രേണുസുതിയെ കുറ്റം പറയുന്നല്ലോ, ഞാൻ ആ സ്ക്രീനിന് പുറകെ ഇരുന്ന് അല്ലെങ്കിൽ സ്ക്രീനിന് മുമ്പിൽ ഇരുന്ന് കാണുന്ന രേണുസുതി ആ ഒരു ക്യാരക്ടറാണ് ചെയ്തത്, അവര് നന്നായിട്ട് ചെയ്തു. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. എന്റെ അഭിനയം കണ്ട ഡയറക്ടറാണ് ഇത് പറഞ്ഞത്. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഇതിന്റെ അർത്ഥം? എന്റെ അഭിനയം കണ്ട ഡയറക്ടറാണ് ഇത് പറഞ്ഞത്. ക്യാമറയ്ക്ക് മുന്നിൽ നിക്കണമെങ്കിൽ ഒരു കഴിവ് വേണ്ടേ? എന്നിട്ട് നീ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു കരുണ? ക്യാമറയ്ക്ക് മുന്നിൽ നിക്കണമെങ്കിൽ ഒരു കഴിവ് വേണ്ടേ? വെറുതെ ഉള്ളവരെ കൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി അവരെന്നാ കാണിക്കും? ഉപദേശം കൊള്ളാം, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. നോക്ക്, ഇത് നോക്ക്, നീ എന്തോന്നാ കടന്ന് കാണിക്കാതെ നോക്ക്. വെറുതെ ഉള്ളവരെ കൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി അവരെന്നാ കാണിക്കും? ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? അപ്പം ഈ അഭിനയം എന്ന് പറയുന്ന ജോലി എനിക്ക് വന്നത് ജോലിയായിട്ട് ഞാൻ തിരഞ്ഞെടുത്തെങ്കിലും ഞാൻ ഇപ്പോൾ അതെന്റെ പാഷനും കൂടെയാണ്. പണ്ടത്തരായി പോയി. എടാ, ഒരു തൊഴിലിന് ഇറങ്ങുമ്പോ അതിൻ്റെതായ മിടുക്ക് വേണം. ലാസ്റ്റ് ആ വേരെന്ന് പറയുന്ന ഒരു സിനിമയുടെ ഭാഗമാണെങ്കിൽ 2 മണിക്കൂർ യൂട്യൂബിൽ വന്നതാണെങ്കിലും അതൊരു വലിയ കഥാപാത്രമായിട്ട് എനിക്ക് തോന്നിയത്. ഒരു എങ്ങനെ ലാസ്റ്റ് ആ വേരെന്ന് പറയുന്ന ഒരു സിനിമയുടെ ഭാഗമാണെങ്കിൽ 2 മണിക്കൂർ യൂട്യൂബിൽ വന്നതാണെങ്കിലും അതൊരു വലിയ കഥാപാത്രമായിട്ട് എനിക്ക് തോന്നിയത്. ഒരു മയിലാണ് സന തോന്നിയായിരിക്കും. അങ്ങോട്ട് നോക്കിയേ, വിജയചേട്ടൻ മാത്രമേ പോയിട്ടുള്ളൂടാ. എന്റെ കുടുംബത്തെ സംരക്ഷിക്കാനും രക്ഷിക്കാനും എനിക്കറിയാം. കാണാത്ത എന്ത് കോടതി നിയമമാടാ നിന്നുണ്ടല്ലോ. ഒരു വലിയ കഥാപാത്രമായിട്ട് എനിക്ക് തോന്നിയത്. ഒരു എടുത്തു വെച്ചേക്കുന്നത് വലിയ കഥാപാത്രം തന്നെയാണ്. അഭിനയം തന്റെ 7 അയലത്ത് കൂടി പോയിട്ടില്ലെന്ന് രേണുവിന് നല്ല ബോധവും തിരിച്ചറിവും എല്ലാം ഉണ്ട്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നെ കുറ്റം പറയുന്ന ആൾക്കാർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ വീട്ടിൽ ഇരിക്കാം, വീട്ടിൽ കസാരമ കാലം വെച്ചിരുന്നോളാം. ഈ പറയുന്ന ഓരോരുത്തരും എന്റെ അക്കൗണ്ടിലോട്ട് 1 ലക്ഷം രൂപ വെച്ച് തന്നാ, എന്റെ അക്കൗണ്ടിലോട്ട് 1 ലക്ഷം രൂപ വെച്ച് തന്നാ, അല്ലെ എന്റെ ഫോൺ പേ ഞാൻ നമ്പർ തരാം. അയ്യോ, ദാരിദ്ര്യം. നാണല്ലോ. എന്തിനാ നാണിക്കുന്നത്? ഓശാരത്തിനല്ലോ, നല്ലോണം തെണ്ടിയിട്ടല്ലേ. 1 ലക്ഷം വേണ്ട, ഒരാൾ 50,000 രൂപ വെച്ച് എന്റെ വീട്ടിൽ കൊണ്ട് തന്നാൽ ഞാൻ ഈ മീഡിയക്ക് മുന്നേ ഞാൻ വരത്തുമില്ല. എന്തിന്? ആരോഗ്യമുള്ള ഒരു സ്ത്രീക്ക് ആര് ചെലവിന് കൊടുക്കണം? എടാ നാണമില്ല.